നമ്മുടെ മറ്റേ ആ ഒരു പവർ ടവർ ടാസ്ക് അവസാനിച്ചു. ജിൻഡോ ഒറ്റയാനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ലൈവില് കണ്ടത്. അവരവരുടെ ടവറുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാറും പിന്നെ അർജുനും ജിൻഡോയെ എടുത്തിട്ട് അലക്കി കേട്ടോ, എടുത്തിട്ട് അലക്കി. ഇങ്ങനെ ഒരു അലക്ക് ജിൻഡോയുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അമ്മാതിരിയായിരുന്നു. പ്രത്യേകിച്ച് അഭിഷേക് മുടിയിൽ പിടിച്ച് ജിൻഡോ വലിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളി ജിൻഡോയെ വെറുതെ വിട്ടത്. വെറുതെ വിടുമെന്ന് ജിൻഡോ പറയുന്നുണ്ട്, പക്ഷെ അഭിഷേക് വിടുന്നില്ല, വിടാതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. മറ്റേ മാടം പിടിക്കുന്ന, മുണ്ടൂര് മാടം പിടിക്കുന്ന പോലെ. അർജുനൊക്കെ വെറുതെ ഷോൾഡറിന് ഇടിച്ചിടിച്ച് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ അർജുനൊക്കെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഈ ടാസ്ക് വിജയിച്ചത് നമ്മുടെ മല്ലയ്യയുടെ ഒക്കെ ഡെൻ ടീം തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് വന്നത് സായിയുടെ ടണൽ ടീമാണ്. നെക്സ്റ്റ് ടീമിന്റെ ടവർ അഭിഷേക് എസ് ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി കാളകളൊക്കെ ഇടിച്ചിടുന്ന പോലെ തലകൊണ്ട് പോയി പുള്ളി ഇടിച്ചിട്ട് ഓടിപ്പോയിട്ട്. പിന്നെ നമ്മൾ ഇന്നലെ പ്രോമോയിലൊക്കെ കണ്ടപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. നന്നായി ഡിഫെൻഡ് ചെയ്തു എല്ലാവരും. അതിന്റെ ഭാഗമായിട്ട് ലോക്ക് ഇടേണ്ടി വന്നു എന്നൊരു കാര്യമേ ഉള്ളൂ ജിൻഡോയൊക്കെ. അതാണ് പ്രോമോ കട്ട് ചെയ്യുന്നവര് വലിയ സംഭവമായിട്ട് കാണിച്ചത്. ഒന്നും തന്നെ ഇല്ലായിരുന്നു ആ രീതിയിലുള്ള ഒന്നും. ജിൻഡോയ്ക്ക് ഇതൊക്കെ എന്ത് പിന്നെ വന്ന് ഫിസിക്കൽ ടാസ്കുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ കപ്പടിക്കുന്നത് മല്ലയ്യാണ് എന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് ടാസ്ക് മുതലാളിമാര് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഫിസിക്കൽ ടാസ്ക് കൊടുക്കാൻ ശ്രമിക്കണം. മല്ലയ്യക്ക് ഇതൊന്നും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ. കളിക്കാൻ ആള് കുറവായതുകൊണ്ട് ക്യാപ്റ്റനും നമ്മുടെ ജിൻഡോയുടെ ടീമിൽ ഉണ്ടായിരുന്നു. പിന്നെ ടണലിലെ സ്ത്രീകൾ രണ്ടുപേരും മത്സരിച്ചിട്ടില്ല, നോറയും നന്ദനയും മത്സരിച്ചിട്ടില്ല. ബാക്കി 3 പേരാണ് മത്സരിച്ചത്. ആൾബലത്തില് ഫെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് നടത്തിയത്. അതിലൊന്നും സ്ഥിരം കാണിക്കുന്ന ഒരു ഉടായ്പും കാണിച്ചിട്ടില്ല. സായുടെ ടീം ജയിക്കട്ടെ എന്ന് വെച്ചിട്ട് രണ്ടുപേരെയും കൂടെ കൂടുതൽ മത്സരിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് ആ രീതിയിലൊക്കെ വളരെ ഫെയർ ആയിട്ടാണ് കളിച്ചത്. അപ്പൊ എന്തായാലും ജിൻഡോയുടെ ഡെൻ ടീം ഈ ഒരു ടാസ്ക് ജയിച്ചു. അൻസിബ, ജാസ്മിൻ, ജിൻഡോ എന്നിവരുള്ള ഒരു ടീമാണ്. സിബിനും ആ ടീമിലുണ്ട്, അൻസിബും പോയി. അപ്പൊ അവരാണ് ഈ ഒരു ചാലഞ്ച് 1 വിജയിച്ചത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.